ഹലോ ഗായ്സ്, എല്ലാവർക്കും മസ് ക്രാഫ്റ്റ്സ് ആൻഡ് ടെക്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ മൊസ്കിറ്റോ ട്രാപ്പ് ഉണ്ടാക്കാനായിട്ടാണ്. കാരണം ഇപ്പോൾ നല്ല മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല കൊതുകിൻ്റെ ശല്യം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ മൊസ്കിറ്റോ റിപ്പിൾസ് എന്ന് പറഞ്ഞാൽ വളരെ ഹാനികരമായ കെമിക്കൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനു പകരം ഒരു തരത്തിലും ഹാനികരമല്ലാത്തതും എന്നാൽ നല്ല പവർഫുള്ളുമായ ഒരു മൊസ്കിറ്റോ ട്രാപ്പ് ഉണ്ടാക്കാനായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ? നേരെ വീട്ടിലേക്ക്. അതിന് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഒരു ഷീറ്റ് കാർഡ്ബോർഡാണ്. അപ്പോൾ ഈ കാർഡ്ബോർഡിനെ നമുക്കൊരു 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കി എടുക്കണം. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗത്തായിട്ട് നമുക്ക് ഓരോ സ്ക്വയറും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഈ വരച്ച് കാണിക്കുന്ന ആ ഒരു ഭാഗമാണ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതെല്ലാം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ളത് ഒരു കൂളിംഗ് ഫാനാണ്. 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു കൂളിംഗ് ഫാൻ. ആ കൂളിംഗ് ഫാനെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതായത് ഈ ഹോളിൻ്റെ തൊട്ട് താഴെ വരുന്ന വിധത്തിൽ. ഓവറായിട്ട് അകത്തോട്ട് പോകാനും പാടില്ല. അങ്ങനെ വെച്ച് നമുക്കിതിനെ ഈ ഒരു രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതിന് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ കാർഡ്ബോർഡിലോട്ട് ഈ വീഡിയോ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്ക് എല്ലാ ഭാഗത്തും ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം നമുക്കിവിടെ ഒരു ചെറിയ കഷ്ണം നെറ്റ് ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെല്ലാ ഹോളും ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തായിട്ട് നമുക്കൊരു ചെറിയ നെറ്റിൻ്റെ കഷ്ണം എടുത്ത് ഈ താഴെ ഇട്ട ഹോളിൻ്റെ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഫെവിക്വിക്ക് യൂസ് ചെയ്ത് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഒട്ടിക്കിട്ടും. അങ്ങനെ ഇതെല്ലാം തന്നെ എല്ലാ ഹോളിലും നമുക്ക് ഇതേപോലെ നെറ്റ് ഒട്ടിച്ചെടുക്കണം. ഫ്രണ്ട്സ്, നമ്മളെല്ലാ നെറ്റും അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ഈ മുകൾ ഭാഗത്ത് നമുക്ക് ഒരു സ്വിച്ചും വെക്കണം. അതേപോലെ തന്നെ 12 വോൾട്ടിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരു ഫീമെയിൽ പോർട്ടും വേണം. അപ്പോൾ അത് രണ്ടും കണക്ട് ചെയ്യാനായിട്ടുള്ള 2 ഹോൾ ഇവിടെ ഇട്ട് കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ 2 ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെക്കാനായിട്ട് 2 ബ്ലൂ കളർ LED വേണം. നമ്മളിതിന് ബ്ലൂ മാത്രമേ എടുക്കാവൂ. കാരണം കൊതുകിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന കളറാണ് ഈ ബ്ലൂ ലൈറ്റ്. അപ്പോൾ ചെറിയൊരു കഷ്ണം കാർഡ്ബോർഡിൽ LED വെക്കാനായിട്ട് ഒരു 4 ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ഈ LED ഒന്ന് കയറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ LED പോസിറ്റീവ് ലെഗ് തമ്മിലൊന്ന് കണക്ട് ചെയ്യണം. അതുപോലെ നെഗറ്റീവ് ലെഗുകൾ തമ്മിലൊന്ന് കണക്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ ഒരുമിച്ച് വെച്ചൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് രണ്ടും തമ്മിൽ ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് രണ്ടും തമ്മിൽ ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ LED പോസിറ്റീവിലോട്ട് ഒരു 1K റെസിസ്റ്റർ സോൾഡർ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ 12 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് LED കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ റെസിസ്റ്ററിലോട്ട് ഒരു റെഡ് വയർ സോൾഡർ ചെയ്തെടുക്കാം. നമുക്ക് സപ്ലൈയുടെ പോസിറ്റീവ് കൊടുക്കാനായിട്ടാണ്. അതുപോലെ LED നെഗറ്റീവിലോട്ട് ഒരു നീല വയറും സോൾഡർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ LED സെറ്റ് ചെയ്ത ആ ഒരു കാർഡ്ബോർഡിനെ നമ്മുടെ ഇതിൻ്റെ
ഈ ഒരു വശത്തായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ബോക്സ് ക്ലോസ് ചെയ്തെടുക്കാം മുഴുവനായിട്ട്. അപ്പോൾ നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വിച്ചിലോട്ടും അതുപോലെ തന്നെ ആ ഫീമെയിൽ പോർട്ടിലോട്ടും നമുക്ക് വയർ കണക്ഷനാണ് ഇനി ബാക്കിയുള്ളത്. അതും കൂടെ ചെയ്തെടുക്കാം. സ്വിച്ചും ഫീമെയിൽ പോർട്ടും ഈ ഹോളുകളിൽ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് വയർ കണക്ഷൻ കൊടുക്കാൻ നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് കൂളിംഗ് ഫാനിൻ്റെ പോസിറ്റീവും LED പോസിറ്റീവും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ അത് തമ്മിൽ ഒന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് സോൾഡറും വെച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ LED നെഗറ്റീവും അതുപോലെ കൂളിംഗ് ഫാനിൻ്റെ നെഗറ്റീവും തമ്മിലൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഈ നെഗറ്റീവുകളെല്ലാം കണക്ട് ചെയ്തത് അത് ഫീമെയിൽ പോർട്ടിൻ്റെ നെഗറ്റീവിലോട്ടൊന്ന് സോൾഡർ ചെയ്യാം. അടുത്തതായിട്ട് LED പോസിറ്റീവ് നമുക്ക് ഈ സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിലോട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഫീമെയിൽ പോർട്ടിൻ്റെ പോസിറ്റീവിൽ നിന്ന് ഒരു വയർ എടുത്ത് സ്വിച്ചിലോട്ടൊന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മൂടി കൊടുക്കാം. അതിനായിട്ട് നമുക്കൊരു കഷ്ണം കാർഡ്ബോർഡ് ഇതിൻ്റെ പുറത്തും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് പെയിൻറ് ചെയ്തെടുത്തിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ മൊസ്കിറ്റോ ട്രാപ്പിൻ്റെ ഡെക്കറേഷൻ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കൊതു വരുന്നുണ്ട്. നമുക്കപ്പോൾ ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇതിനകത്ത് ഒരു കൊതു വന്ന് പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ്, ഏകദേശം ഇപ്പോൾ ഒരു 1-1.5 മണിക്കൂറായിട്ടുണ്ട്. ഏകദേശം കുറച്ച് കൊതുവൊക്കെ കയറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കെന്തായാലും നോക്കി നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി നന്നായിട്ട് എൻ്റെ കൊതു കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.